അപ്പം തുടരും എന്ന ചിത്രത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം തുടരും എന്ന ചിത്രം എന്താ പറയുന്നത്, നെഗറ്റീവ് പറയുന്നവർക്ക് വല്ലാത്തൊരു അടി കൊടുത്തൊരു ചിത്രമാണ്. കാരണം ഇനി നമ്മൾ എന്ത് പറയും മല്ലയ്യ എന്ന് ചോദിക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ ചെന്നെത്തിരിക്കുകയാണ്. ഇപ്പോൾ ഇന്ന് ഏതായാലും നെഗറ്റീവ് ഒന്നും നമ്മൾ കണ്ടില്ല. ഏതായാലും നാളെ നെഗറ്റീവ് ഏതെങ്കിലുമൊക്കെ കണ്ടുപിടിച്ചുകൊണ്ട് ആരെങ്കിലുമൊക്കെ വരും. അവർക്ക് എന്താ പറയുക, എത്രയും പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റട്ടെ എന്ന് നമുക്ക് ആത്മാർത്ഥമായി ആഗ്രഹിക്കല്ലേ. നെഗറ്റീവും പോസിറ്റീവും കൂടെ ചേരുമ്പോഴേ മാത്രമേ ഉള്ളൂ ഒരു വൈബ് ഉണ്ടാകുന്നത്. കാരണം നെഗറ്റീവ് ഈ കമൻറ്റുകളൊക്കെ കേൾക്കുമ്പോഴേ നെഗറ്റീവ് വന്നാൽ മാത്രമേ ഉള്ളൂ നമുക്കൊരു ഗുമ്മുണ്ടാകുന്നത് അല്ലേ. അപ്പം അവർക്ക് വേണ്ടി നമുക്ക് ഈ വീഡിയോ അങ്ങ് കൊടുത്തേക്കാം. കാരണം അത് കണ്ടുപഠിക്കട്ടെ. ഏതായാലും വലിയ ഹൈപ്പൊന്നും ഇല്ലാതെ വന്ന ഒരു കുടുംബ ചിത്രം മലയാള സിനിമയുടെ ചരിത്രം മാറ്റി എഴുതുന്ന ലക്ഷണങ്ങളാണ് കാണുന്നത്. ഈ 10:30 മണിക്ക് നേരത്തും 30,000 ടിക്കറ്റ് വിറ്റ് പോകുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. ബുക്ക് മൈ ഷോയുടെ എനിക്ക് തോന്നുന്നു അടുത്ത കാലത്തൊന്നും ഇത് കണ്ടിട്ടില്ല. എമ്പുരാനുമായിട്ട് ബന്ധപ്പെട്ട് പണം റിലീഫ് ചെയ്യുന്നതിന് മുമ്പായിരുന്നു ഈ ഹൈപ്പൊക്കെ നമ്മൾ കണ്ടത്. റിലീഫ് ചെയ്ത് കഴിഞ്ഞിട്ട് ഏകദേശം 28,000 ടിക്കറ്റൊക്കെ ആയിരുന്നു വിറ്റ് പോയിക്കൊണ്ടിരുന്നത്. ഇതൊക്കെ അതുക്കും മേലെ ഏകദേശം 38,000 ടിക്കറ്റൊക്കെ ഒരു സമയത്ത് വിറ്റു എന്ന് പറയുമ്പം ഒരു വല്ലാത്ത അതിശയമാണ്. സീറോയിൽ നിന്ന് 38,000-ലേക്ക് കുതിച്ചു കയറുന്ന ഒരു കുഞ്ഞു ചിത്രം, ചെറിയ ചിത്രം. തരുൺമൂർത്തി ഇത് പറയുന്നത് കേൾക്കുമ്പോഴാണ് എനിക്ക് രോമാഞ്ചം ഉണ്ടാകുന്നത് അല്ലേ. ഏതായാലും വളരെ സന്തോഷത്തിലാണ്. മോഹൻലാലിനെ ഇഷ്ടപ്പെടുന്നവരൊക്കെ നമ്മുടെ മനസ്സിൽ ഒരു ചെറിയൊരു വേദന ഉണ്ടായിരുന്നു. കാരണം പഴയ ലാലേട്ടനെ തിരിച്ചു കിട്ടുന്നില്ല. ഒരു കൊല്ലം മുമ്പ് നമ്മൾ കേട്ടിരുന്ന വാർത്തകളൊക്കെ എന്തായിരുന്നില്ലേ. എമ്പുരാനൊക്കെ ഇറങ്ങുന്നതിന് മുമ്പ്, നേരമൊക്കെ ഇറങ്ങുന്നതിന് മുമ്പ് നമ്മൾ കേട്ടിരുന്ന മോഹൻലാലിൻ്റെ മുഖത്ത് പാവം വരിയത്തില്ല. ഒടിയെന്ന ചിത്രത്തിന് ശേഷം മോഹൻലാൽ ആകപ്പാടെ നശിച്ചു പോയി. ഫീൽഡ് ഔട്ടാവുന്ന മോഹൻലാൽ, പുതിയ നടന്മാർ കയറുന്നു, അതിൻ്റെ കൂടെ മമ്മൂട്ടിയും മാത്രമേ നിലനിൽക്കത്തുള്ളൂ. മോഹൻലാൽ ആകപ്പാടെ പോയി നിലംപരിശായി എന്ന് പറയുന്നിടത്താണ് കേവലൻ ഒരു ചിത്രത്തിലൂടെ എന്താ എല്ലാ റെക്കോർഡുകളും തകർത്തു. ഇപ്പം രണ്ടാമത്തെ ചിത്രത്തിലൂടെ അതൊന്ന് ഉറപ്പിക്കുന്ന മോഹൻലാലിനെ നമുക്ക് കാണാൻ പറ്റും. ഇതാണ് സത്യം പറഞ്ഞ മലയാള സിനിമയുടെ ഇപ്പോഴത്തെ ചരിത്രം. ഒരു നടനിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന അവസ്ഥ. ഇന്ന് ഈ കൊല്ലം ഇറങ്ങിയ 2 ചിത്രങ്ങളും സൂപ്പർ മെഗാ ഹിറ്റിലേക്ക് മാറി എന്നുള്ളതാണ്. ഇത് മണിക്കൂറുകൾ കൊണ്ട് എന്താ പറയുക, ആ ലെവലിലേക്ക് എത്തുന്ന ഒരു ചിത്രമായിട്ട് തുടരും എന്ന് പറയുന്ന ചിത്രം. അപ്പം വലിയ ഹൈപ്പൊന്നും വേണ്ട, ഒരു ചിത്രത്തെ സംബന്ധിച്ച് വലിയ ഹൈപ്പൊന്നും വേണ്ട. ഒരു ചെറിയൊരു കുടുംബ ചിത്രമായാലും ലാലേട്ടൻ്റെ ചിത്രം ഇത് ഹെവി പോസിറ്റീവ് കിട്ടിക്കഴിഞ്ഞാൽ അത് വേറെ ലെവൽ സാധനമാണ്. നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. അതിപ്പോഴും സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ടിക്കറ്റ് വിൽപ്പന തകൃതിയായി നടക്കുന്നു. ഞാൻ നേരത്തെ തന്നെ കഴിഞ്ഞ വീഡിയോയിൽ തന്നെ പറഞ്ഞു, ടിക്കറ്റ് വേണ്ടവർ നാളെ മറ്റേതുള്ളവർക്ക് ടിക്കറ്റ് വേണ്ടവർ പോയി നേരത്തെ എടുത്തു. പക്ഷേ ഇപ്പം നോക്കിക്കഴിഞ്ഞപ്പം എല്ലായിടും ഫുള്ളായിട്ടാണ് നാളെ കാണിക്കുന്നത്. ആ അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ഞായറാഴ്ചത്തെ കാര്യം പിന്നെ പറയേണ്ട കാര്യമില്ല. അപ്പോൾ ഇന്ന് നമുക്ക് കളക്ഷനുമായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ നോക്കാം. കളക്ഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നോക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു 5 കോടിക്ക് മുകളിൽ തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ചിലപ്പോൾ 5.5 കോടിക്ക് മുകളിൽ പോകാനുള്ള സാധ്യത കാണുന്നുണ്ട്. ആ അവസ്ഥയിലേക്കാണ് കാര്യങ്ങളുടെ പോക്ക്. 5.5 കോടിക്ക് മുകളിലേക്ക് പോയാലും നമുക്ക് അതിശയിക്കാനില്ല. അത്രമേൽ ഹൈപ്പാണ് ഈ ചിത്രം നേടിയിരിക്കുന്നത്. വേൾഡ് വൈഡ് ആയിട്ട് 10 കോടി കിട്ടുമോ എന്നുള്ള സംശയം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പ്രകടിപ്പിച്ചായിരുന്നു. പക്ഷേ ആ സംശയത്തിന് കാരണമില്ലാത്ത രീതിയിൽ തന്നെയാണ് വേൾഡ് വൈഡ് ആയിട്ട് നമ്മൾ കാണാൻ പറ്റുന്നത്. കാരണം വലിയ ഹൈപ്പിലേക്ക് ഈ ചിത്രം നീങ്ങുന്നു. ഏകദേശം 12-15 കോടി വരെ ഈ ചിത്രം നേടുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ ചെന്ന് എത്തി നിൽക്കുന്നു എന്നുള്ളതാണ് നമ്മൾ കാണേണ്ടത്. അങ്ങനെയെങ്കിൽ മൂന്നാം ദിവസം തന്നെ 50 കോടി കിടക്കുന്ന ഒരു ചിത്രമായിട്ട് തുടരും എന്ന ചിത്രം മാറാനുള്ള സാധ്യതയിലേക്ക് വില ചൂണ്ടുന്നു. കാരണം എണ്ണം കൂടുന്നു, അതുപോലെ ഷോയുടെ എണ്ണം കൂടുന്ന അവസ്ഥയാണ്. കാരണം ഇന്ന് രാവിലെ 10 മണി തൊട്ട് 12 മണി വരെയുള്ള ടൈമേ ഉള്ളായിരുന്നു. പക്ഷേ നാളെ ആകുമ്പോൾ വെളുപ്പംകാലത്തൊക്കെ ഷോ തുടങ്ങാൻ തീരുമാനിച്ചിരിക്കുന്നു. അതുപോലെ തിയേറ്ററിൻ്റെ എണ്ണം കൂട്ടുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറുന്നു. അങ്ങനെയൊക്കെ ആകുമ്പോൾ ഇന്നത്തേനേക്കാൾ ഒരു കളക്ഷൻ വർധനവ് ആയിരിക്കാം നാളെ നേരിടുന്നത്. അപ്പം നമ്മൾ നേരത്തെ തന്നെ ഇട്ടിരുന്നു, ഏകദേശം ഇന്നത്തെ പ്രീഫെയിൽ നാളെ അഡ്വാൻസ് ബുക്കിംഗ് കഴിക്കുമ്പോൾ ഏകദേശം 2.5 കോടിയോടൊക്കെ അടുക്കുന്നു എന്നൊക്കെയുള്ള വാർത്ത വരുന്നു. അതുപോലെ ഞായറാഴ്ചത്തെ അഡ്വാൻസ് ബുക്കിംഗ് ഇപ്പോഴേ 1.5 കോടി കടക്കുന്നു എന്നൊക്കെയുള്ള വാർത്ത വരുന്നു.
അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, ശനി ഞായറും ഒക്കെ എന്ന് പറഞ്ഞാൽ വല്ലാത്ത തീ ബുക്കിംഗ് ആയിരിക്കും. നമ്മൾ വിചാരിക്കാത്തതിൻ്റെ അപ്പുറമുള്ള കളക്ഷൻ വരാനുള്ള സാധ്യതയാണ് കാണുന്നത്. അങ്ങനെയെങ്കിൽ നമ്മൾ വിചാരിക്കുന്ന പോലെ മൂന്നാമത്തെ ദിവസം തന്നെ 50 കോടി കിടക്കുന്ന ഒരു ചിത്രമായിട്ട് തുടരും മാറും. ഈ ആഴ്ച തന്നെ 100 കോടി കിടക്കുന്ന ഒരു ചിത്രമായിട്ട് മാറും. ഇനി നമ്മൾ എന്ത് ചെയ്യും മല്ലയ്യ? ആ അവസ്ഥയിലേക്ക് കാര്യങ്ങൾ ചെന്നെത്തുന്ന അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. കഴിഞ്ഞ വീഡിയോ തന്നെ പറയുന്നു, ചേട്ടൻ ഭയങ്കര സന്തോഷത്തിലാണ്. അതാണ്, നമ്മൾ വളരെ സന്തോഷത്തിലാണ്. കാരണം ഇങ്ങനെയുള്ള ലാലേട്ടനെയൊക്കെയാണ് നമ്മൾ കാണാൻ ആഗ്രഹിച്ചത്. അത് കിട്ടിയതിൻ്റെ സന്തോഷം നമ്മുടെ വാക്കുകളിലും മുഖത്തും ഒക്കെ കാണാൻ പറ്റും. ഇനി ചില ആൾക്കാരും കൂടെ തിരിച്ചുവരവിൻ്റെ പാതയിലാണ്. അവർ തിരിച്ചു വരട്ടെ എന്ന് നമ്മൾ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു. ചില ആൾക്കാരും കൊണ്ടുണ്ട് മലയാള സിനിമയിലെ ചില ആൾക്കാരും കൂടെ തിരിച്ചു വരാൻ. ആ തിരിച്ചുവരവും കൂടെ ആയിക്കഴിഞ്ഞപ്പോൾ എല്ലാം ആരും മലയാള സിനിമയെന്ന് പറയുന്നത്, ഞാൻ പറയുന്നില്ലേ, മലയാള സിനിമയാണ് നമുക്കിഷ്ടം. അതിൽ ഓരോ നടന്മാരെയൊക്കെ നമുക്ക് ഇഷ്ടമാണ്. പക്ഷെ അല്പം കൂടുതൽ ലാലേട്ടനോട് കൂടുതൽ സ്നേഹം കൂടിപ്പോയത് തെറ്റൊന്നുമല്ല. കാരണം ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ എങ്ങനെ നമുക്ക് സ്നേഹിക്കാതിരിക്കാൻ പറ്റും? കാരണം തുടരുമെന്ന് പറഞ്ഞ ചിത്രമൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ സ്നേഹിക്കാതിരിക്കാൻ പറ്റും? അത് നമ്മുടെ തെറ്റല്ല. നമ്മളെ മനസ്സ് എത്ര അടക്കി പിടിച്ചാലും ആ നടനോടുള്ള സ്നേഹം ഒരിക്കലും വിട്ടുമാറത്തില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു സത്യം. ഇന്ന് റിവ്യൂ പറഞ്ഞവരൊക്കെ പറയുന്നു, ആ ലാലേട്ടനെ ഞങ്ങൾക്ക് വേണമായിരുന്നു, അതിനുവേണ്ടിയായിരുന്നു ഞങ്ങൾ ഇത്രയും നാൾ കാത്തിരുന്നതെന്ന് പറയുമ്പോൾ ഇത് തന്നെയായിരുന്നു നമ്മൾ ആഗ്രഹിച്ചത്. അതെല്ലാവർക്കും തിരിച്ചു കിട്ടും. മലയാള സിനിമയുടെ ഒരു ഭാഗ്യമെന്ന് പറഞ്ഞാൽ മതി. കാരണം ഞാൻ പറഞ്ഞില്ലേ, മലയാള സിനിമ വലിയ പ്രസിദ്ധിയിലൂടെ നേടി കടന്നു പോകുന്ന ഒരവസ്ഥയായിരുന്നു. അവിടെയാണ് ലാലേട്ടൻ എന്ന് പറയുന്ന വ്യക്തി തിരിച്ചു വരണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നത്. അവിടെ തിരിച്ചു വന്നു, വലിയ മാറ്റങ്ങളുണ്ടായിരിക്കുന്നു. തിയേറ്റർ വ്യവസായം തന്നെ ഒരു വല്ലാത്ത ലെവൽ, ഒരു 2 സിനിമ കൊണ്ട് തിയേറ്റർ വ്യവസായം തന്നെ ഈ ലെവൽ മാറ്റണമെങ്കിലേ അങ്ങനെ ഇറങ്ങുന്ന പടങ്ങളൊക്കെ ഹിറ്റായാൽ എന്തായിരിക്കും അവസ്ഥ അല്ലേ? വേറെ ആരും വേണ്ട മലയാള സിനിമയെ കൈ ഉയർത്തിക്കൊണ്ട് പോകാൻ. ആ അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറി. അപ്പം ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, മോഹൻലാൽ എന്ന് പറയുന്ന നടനെ അങ്ങനെ എഴുതിത്തള്ളാറൊന്നും ആയിട്ടില്ല. അദ്ദേഹം തിരിച്ചു വരും എന്ന് നമ്മൾ കാത്തിരുന്നു. അത് തിരിച്ചു വരുമോ നടന്നു. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മറ്റു ചില നടന്മാരും കൂടെ ഒരുപക്ഷെ തിരിച്ചു വരവിൻ്റെ പാതയിലാണ്. അവരും തിരിച്ചു വരട്ടെ എന്ന് പ്രതീക്ഷിക്കും. അപ്പം ഞാൻ വേറെ ഒരു കാര്യം പറയാം. എനിക്ക് ഈ ചിത്രവുമായിട്ട് ബന്ധപ്പെട്ട് വേറെ ഒരു സ്വപ്നമുണ്ട്. എമ്പുരാൻ തകർക്കാതിരുന്ന ഒരു കളക്ഷൻ, കേരളത്തിലെ ഏറ്റവും വലിയ ചിത്രത്തിൻ്റെ കളക്ഷൻ. കാരണം 89 കോടി നേടിയ 89 കോടി 20 ലക്ഷമാണെന്ന് തോന്നുന്നു ആ 2018 എന്ന് പറയുന്ന ചിത്രം നേടിയിരിക്കുന്നത്. അതിലൂടെ ഈ തുടരുമെന്ന ചിത്രം എത്തുമോ എന്നാണ് ഇനി ഞാൻ നോക്കിക്കാണുന്നത്. അതിനുവേണ്ടിയുള്ള കാത്തിരിപ്പാണ്. അല്ലാതെ വേറെ ഒരു റെക്കോർഡുകളും എല്ലാ എമ്പുരാൻ തകർത്തുകളും. പിന്നെ ഇനിയുള്ളത് ഈ റെക്കോർഡാണ്. ഇതിന് തുടരും എന്ന് പറഞ്ഞാൽ ഒരു കൊച്ചു ചിത്രം എത്തുമോ എന്നുള്ള, ഈ കൊച്ചു ചിത്രം എന്ന് പറയുമ്പോഴേ സത്യം പറഞ്ഞാൽ എനിക്ക് ചിരിയാ വരുന്നത്. കാരണം ഈ ചിത്രം ഇറങ്ങുന്നതിന് മുമ്പ് ഈ കൊച്ചു ചിത്രം എന്ന് പറഞ്ഞ് തരുൺമൂർത്തി ഇങ്ങനെ തള്ളിക്കൊണ്ടിരുന്നപ്പം ഇത്രമേൽ വലിയൊരു മാരകമായ ഐറ്റമാണ് ഇതിനകത്ത് കാത്തു വെച്ചേക്കുന്നതെന്ന് ഞാൻ സ്വപ്നമേൽ പ്രതീക്ഷിച്ചില്ല എന്ന് പറയാൻ പറ്റത്തില്ല. നമ്മൾ പലപ്പോഴും വീഡിയോയുടെ അങ്ങും ഇങ്ങുമൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നു. കാരണം ഇതൊരു കൊച്ചു ചിത്രമല്ല, എന്തൊക്കെയോ സാധനം ഇതിനകത്ത് ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട്. അത് നമ്മൾ കാണുമ്പോൾ ഞെട്ടും. അല്ലെങ്കിൽ ഈ വലിയ ഹൈപ്പിലൊക്കെ പോയിരുന്നെങ്കിൽ ഒരു പക്ഷേ ഇത്രയും നമുക്ക് സന്തോഷം ഉണ്ടാകത്തില്ല. ഇത് യാതൊരു പ്രതീക്ഷയില്ലാതെ പോയി കണ്ടു. വേറെ ലെവൽ ചിത്രം. കളക്ഷൻ റെക്കോർഡുകൾ തകർക്കട്ടെ, അതിനുവേണ്ടി നമുക്ക് കാത്തിരിക്കാം. അപ്പം നാളത്തെ രാവിലെ തന്നെ നമ്മൾ അതിൻ്റെ കളക്ഷൻ വന്നതിന് ശേഷം ഇടാം. ഇപ്പം നമുക്ക് കിട്ടുന്ന വിവരമനുസരിച്ച് 5.5 കോടി കേരളത്തിൽ നിന്ന് കളക്ട് ചെയ്യും. അതുപോലെ ഒരു 15 കോടിക്കടുത്തെങ്കിലും വേൾഡ് വൈഡായിട്ട് നമ്മൾ പ്രതീക്ഷിക്കുന്നു. അതിനുവേണ്ടി നമുക്ക് കാത്തിരിക്കാം. പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും എത്താം. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഒരു ശുഭരാത്രി. ഓക്കെ, ബൈ.